ഗൈസ്, അപ്പോൾ മിഥുൻ ഗെയിമിങ്ങിൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് നമ്മുടെ ക്രൗഡ്സ്മാൻ 5 ആണ്. അപ്പോൾ നമ്മൾ ഒരു കാര്യം പെട്ടെന്നാണ് ആലോചിച്ചത്. അതായത് നമുക്കിപ്പോൾ നെതറിൽ പോവാം. പിന്നെ നമ്മൾ കുറച്ചും കൂടെ പോയപ്പോൾ നമ്മൾ വേറൊരു വില്ലേജും കണ്ടെത്തി. അത് ഞാൻ അപ്രതീക്ഷിതമായിട്ടാണ് കണ്ടെത്തിയത്. നമ്മൾ അന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു, പക്ഷേ വില്ലേജ് നമ്മൾ കണ്ടില്ല. സോ ഇപ്രാവശ്യം നമ്മൾ കണ്ടു ഗൈസ്. സോ അവിടെ ഒരു ക്ലാസ്സിൽ ഞാൻ എൻ്റർപോളും റെഡി ചെയ്തു. പിന്നെ ഞാൻ നെതർ ഫോർട്രസിൽ എങ്ങനെയൊക്കെയോ കുറച്ച് ബ്ലേസ് റോഡ് ഒപ്പിച്ചു. അത് വെച്ചൊരു ബ്രൂയിങ് സ്റ്റാൻഡ് ഉണ്ടാക്കി. അപ്പോഴായിരുന്നു ഡ്രാഗൺ എന്ന എൻ്റർ ഡ്രാഗൻ്റെ കാര്യം ഞാൻ ഓർത്തത്. ഒന്നും നോക്കിയില്ല, ഞാൻ IF100 ഉണ്ടാക്കി, കുറച്ച് ഡയമണ്ട് ആർമറൊക്കെ വാങ്ങിച്ചു, എല്ലാം ചെയ്തു. എന്നിട്ട് ഞാൻ എന്താ പറയുക, അവിടെ എൻഡ് തേടി പോകാൻ തുടങ്ങി. പിന്നെ ഞാൻ എലൈട്ര ആ വില്ലേജിൽ വെച്ചു തോന്നുന്നു. നമുക്ക് ആ വില്ലേജിലോട്ടൊന്ന് പോകണം. ആ വില്ലേജിൽ ഞാൻ എൻ്റെ എലൈട്ര വെച്ച് വരുന്ന വഴി. സോ നമുക്ക് ആ വില്ലേജിലോട്ട് പോവാം. ഞാൻ ഇവിടെ എവിടെയായിരുന്നു എൻ്റെ ആ വില്ലേജ്. ഇവിടെ കാണേണ്ടതാണ്, കാണാനില്ല. എത്തി സ്ഥലം എത്തി. മരം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. ഇതാണ് ആ സ്ഥലം. ഇവിടെ ഏത് വീട്ടിലാണെന്ന് എനിക്ക് ഓർമ്മയില്ല. അതിനെ കണ്ടുപിടിക്കണം. ഇല്ലല്ലോ, ഇതാണോ? എനിക്ക് ഓർമ്മയില്ലല്ലോ. ഈ വീടാവുന്നു. ഇതാണ് തന്നെ ഇതിൽ തന്നെയാണ് ഒരു ചെസ്റ്റ് ഉണ്ടായിരുന്നു. ആ ചെസ്റ്റിൽ കുറച്ച് ബുക്ക്, പൊട്ടാറ്റോ ഒക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ലൈറ്റർ അത് ഞാൻ ഷോട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ എൻ്റെ ലൈറ്റർ വെച്ചു. ഇതിടാം. എന്നിട്ട് ആ മലയുടെ മേളിൽ പറക്കാം. ഞാനിതിട്ടിട്ടില്ലേ? ഏത് അതിട്ടെ ജസ്റ്റ് വീട്ടിൽ കയ്യിൽ വയ്ക്കാം. കാരണം ചാവാൻ അടുത്തെത്താറായാൽ നമുക്കിതിങ്ങനെ മാറ്റാലോ. ഒരു സുഖത്തിൽ ഇപ്പോൾ ഇതിട്ടാം. സോ നമ്മുടെ മലയുടെ മുകളിൽ നിന്നാണ് നമ്മൾ ചാടാൻ പോകുന്നത്. വർക്കാവുമെന്ന് ദൈവത്തിനറിയാം. അതിന് ഞാൻ ഇതുവരെ ലിറ്റർ യൂസ് ചെയ്തിട്ടില്ല. പണ്ടെപ്പോഴും അങ്ങാണ്ട് യൂസ് ചെയ്തതാണ്, പിന്നെ യൂസ് ചെയ്തില്ല. ലൈഫ് പോയതായി. ലൈഫ് കയറി പറഞ്ഞിട്ട് കുറച്ച് കാര്യം. അയ്യോ, എൻ്റെ എലക്ട്രയിലാണ് ബ്രേക്കിങ്ങും എൻഡിങ്ങും ഉണ്ട്. അല്ലെങ്കിൽ ഞാൻ വീണ്ടും പോയി എലക്ട്ര എടുത്തിട്ട് വരേണ്ടി വരും. അയ്യോ, ഇനി വില്ലേജ് ഇതവിടെ. നമുക്ക് നടന്ന് തന്നെ പോകണം. എൻ്റെ ബോട്ടാണെങ്കിൽ കാണാനില്ല. ഞാൻ ആദ്യം തൊട്ട് ക്രാഫ്റ്റിംഗ് ടേബിളും ഒക്കെ ഉണ്ടാക്കേണ്ടി വരുമോ? പറക്കണു. ഇങ്ങനെയായിരുന്നു പറക്കുണ്ടായിരുന്നത്. നമ്മളോട് പോയി പറഞ്ഞിട്ട് ഈ എപ്പിസോഡിൽ നമ്മൾ എലൈറ്റർ എടുത്ത് പറന്ന് നടക്കും. എന്തുകൊണ്ടാണ് അത് റെക്കോർഡാവാൻ? എന്തുകൊണ്ടാണ് ആ ക്രാഫ്റ്റ്സ്മാനിൽ നമ്മൾ ഡ്രാഗനെ കൊണ്ടത് റെക്കോർഡാവാൻ? ഞാൻ ഇപ്പോൾ ആണെങ്കിൽ നമുക്ക് എൻഡിലോട്ടൊന്ന് പോയി വരാം. ശവല് വെച്ച് മൈൻഡ് എന്തൊക്കെയാണേ. ഡ്രാഗനെ പോകുന്ന സന്തോഷത്തിൽ ഇപ്പം എങ്ങനെ എന്താ വെച്ചാൽ മൈൻഡ് ചെയ്യണമെന്ന് തന്നെ മറന്നുപോയി. ലൈറ്റട്ടെ സ്റ്റാൻഡൊക്കെ അതിനടുത്ത് കഴിയും. നമുക്ക്
നമുക്കൊന്ന് എന്താ പറയുക പറഞ്ഞേ പറ്റൂ. പറഞ്ഞിട്ട് ബാക്കി കാര്യം എന്താണേലും ആദ്യം മറക്കും, എന്നിട്ട് മതി ബോട്ട് ഉണ്ടാക്കണം. എനിക്കത് പറക്കും നോക്കണമെങ്കിൽ എനിക്ക് സമാധാനം കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഞാൻ അപ്പോൾ ഇവിടെ പറക്കാതെ അങ്ങനെ പിന്നെ എനിക്ക് വീഡിയോ ഇടാൻ മനസ്സിലായില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് പറക്കും. ഞാൻ ഇതിന് പോയപ്പോൾ ഒരു എൻ്റെ സിറ്റിയിൽ മറ്റേ എന്താ പറയുക ഒരു സർക്കാരിൻ്റെ സ്ഥലമില്ലേ, അവിടെ നിന്ന് ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് വഴി മാറിപ്പോയി. എനിക്കാണെങ്കിൽ വഴിയും അറിയില്ല. അയ്യോ ലൈഫ്. എനിക്കാണെങ്കിൽ വഴി അറിയില്ല. അതുകൊണ്ട് ഞാൻ എന്തൊക്കെയോ തട്ടിക്കൂട്ടി. അങ്ങനെ ഞാൻ അവസാനം എന്താ പറയുക എൻ്റെ ലൈറ്റർ മാത്രം എടുത്തു. എന്നിട്ട് കുറേ നേരം തപ്പി, എന്നിട്ടും കിട്ടിയില്ല. എന്നിട്ട് ഞാൻ വേറെ എൻ്റെ സിറ്റി കണ്ടുപിടിച്ച് ലൈറ്റർ എടുത്തു. അപ്പോൾ തന്നെ എനിക്ക് എൻ്റെ പോർട്ടലും കിട്ടി. സമാധാനമായി. അല്ലെങ്കിൽ ഞാനിപ്പോൾ അവിടെ ചുറ്റി കളിച്ച് കിടന്നേനെ. എന്ത് വെച്ച് വാങ്ങിയിട്ടാണ് ചെയ്യാൻ പറ്റുക. ഇവിടെ നല്ല വില്ലേജസ് ഉണ്ടോ? ഞാൻ ഇവിടെ ക്ലർക്കിൻ്റെ മാത്രമേ നോക്കിയുള്ളൂ. അല്ലത് ഇതിൻ്റെ ഇപ്പുറത്ത് വീണ്ടും വേറൊരു വില്ലേജ് ഉണ്ട്, സവാന വില്ലേജ്. അങ്ങോട്ട് എൻ്റെ ബേസ് മാറ്റിയാലോ എന്ന് ഞാൻ ആലോചിക്കാം. മാറ്റണമെങ്കിൽ മാറ്റാം. നമ്മുടെ സെക്കൻഡ് ബേസ് നമുക്ക് അങ്ങോട്ടാക്കാം. ട്രേഡിങ് ഹാളൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് വരാം. അങ്ങനെ ചെയ്യാമല്ലേ? അതിന് അവിടെ നിന്ന് അങ്ങോട്ടൊരു പോർട്ടൽ കണക്ട് ചെയ്യണം. അതൊക്കെ നമുക്ക് ഓഫ് ക്യാമറ ഗ്രൈൻഡിങ് ചെയ്യാം. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമ്മുടെ സെക്കൻഡ് ബേസ് ഞാൻ അവിടെ സെറ്റ് ചെയ്യാം ഗൈസ്. നമുക്ക് ഇങ്ങോട്ട് നടക്കണ്ട ഉറങ്ങിയിട്ട് മതി. കയ്യിൽ ലൈറ്റ് അടിക്കുക. സോംബികളൊക്കെയാണ് കൊന്ന ചാവന്മാരെ കയ്യിൽ പിടിക്കും. അവന്മാരെ കൊന്ന ഡ്രോപ്പ് ചെയ്യില്ല. ഒന്ന് ഉറങ്ങട്ടെ. ഇവനെ കൊന്നാലോ? അയ്യോ വേണ്ട, അയൻകുളത്തേന്ന് പണി കിട്ടും. എന്നാലും ഒരു കൈ നോക്കണമല്ലോ. വേണ്ട നമ്മുടെ വീട്ടിൽ പോവാം. നമ്മളാരെയും ഉപദ്രവിക്കരുത്. ഡ്രാഗനെ ഒരു കള്ളനായിട്ട് അവരെ ഞാൻ ഉപദ്രവിച്ചത്. ജസ്റ്റ് നോക്കിട്ടെ, ഞാൻ അപ്പം ചാവും. വെച്ച് കുറച്ച് ഓർഗാനിക്സ് ക്രാഫ്റ്റ് ചെയ്തിട്ട് അത് വെച്ച് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കട്ടെ. എന്തിനാണ് ഇപ്പോൾ ആദ്യം തൊട്ട് ചെയ്യണം? ബോട്ട് ക്രാഫ്റ്റ് ആക്കാൻ ഇങ്ങനെ ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്ത് എൻ്റെ ലൈലൈറ്റർ ആയിരിക്കും. അപ്പോഴാണ് ഞാൻ ഉണ്ടാക്കുക ക്രാഫ്റ്റിംഗ് ടേബിളൊക്കെ. ഞാനെനിക്ക് പണ്ടൊരു വിചാരം ഉണ്ടാക്കുന്നത്, ഞാനില്ല ഇടയ്ക്കിടയ്ക്ക് ഈ ലൈറ്റർ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ട ക്രാഫ്റ്റ് റെസിപ്പി ഉണ്ടോ നോക്കും. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ലൈറ്റർ നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന്. അത് ഞാൻ ഇന്നലെയും കൂടെ അത് വെച്ച് സെർച്ച് ചെയ്തുള്ളൂ. ഒരു ബോട്ട് ഉണ്ടാക്കട്ടെ. അതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ ഞാൻ അതെടുത്തപ്പോഴേക്ക് നിങ്ങളെ ലൈറ്ററാന്ന് എഴുതിയത് കണ്ട്. പിന്നെ ഞാനത് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഞാൻ ക്രാഫ്റ്റ് ടേബിളിനാക്കിയത്. അല്ലെങ്കിൽ ഇപ്പം ഞാനുണ്ടല്ലോ ഇത് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും പറഞ്ഞിട്ട് അതൊരു എപ്പിസോഡാക്കിയത്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ലൈറ്റർ ക്രാഫ്റ്റ് ചെയ്യാൻ പോവാണ് പറഞ്ഞിട്ട്. ഇനി നമ്മളൊരു ഓഷ്യൻ കാണണം, അവിടെ നിന്ന് നേരെ പോകണം. ഇനി ഓടി ഓടണം. അപ്പോൾ നമുക്കിനി നമ്മൾ 42 ദിവസം ഇവിടെ സർവൈവ് ചെയ്തിട്ടുണ്ട് ഗൈസ്. യെസ് 42 ദിവസമായി നമ്മൾ ഡ്രാഗനെ കൊന്നു. സെക്കൻഡ് ബേസ് സവാന വില്ലേജിൽ ഉണ്ടാക്കണം. നല്ല ഡയമണ്ട് കിടക്കല്ലേ, പിന്നെ ഇപ്പം അയാളെ ഈ 11 ലാൻസ് എടുത്തേ. ഇങ്ങനെ ബ്രിഡ്ജ് ചെയ്ത് പോയിട്ടാണ് ഞാൻ കുറേ നേരം എടുത്തത്. ഞാൻ ഈ ബെഡ് വാർസ് ഒക്കെ കളിക്കും ഗൈസ്. അപ്പോൾ ബെഡ് വാർസ് കളിക്കുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക,
ചെറിയ സബ് ചെയ്യാം. ഇതിപ്പോൾ വീട്ടിലോട്ട് ഇനി എപ്പോൾ തോന്നുന്നു. ഗൈസ് ഇനിയിപ്പോൾ ഇന്നെങ്ങാനും എത്തുമോ ഗൈസ്? അപ്പോൾ വീട്ടിലെത്തിയിട്ട് കാണാം ഗൈസ്. ഗൈസ് ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട്. യെസ്. സോ നമുക്കിനി സവാന വില്ലേജിലോട്ട് പോകണം. അതിനുവേണ്ടി നമുക്ക് സർക്കർ ഞാൻ ഇതിൻ്റെ മാസം നല്ല ഡയമണ്ട്സോടൊക്കെ ഇല്ലാണ്. നമുക്കിതന്നെ പേര് മാറ്റി ഗോഡ് സോഡ് എന്നറിയാം. ഗോഡ് ലെവൽ സോഡ്. ഗോഡ് ലെവൽ സോഡ്. എൻ്റെ ദൈവങ്ങളെ, ഇതിന് എത്ര രൂപ കൊടുക്കണം? എത്ര ഇത് കൊടുക്കണം? HP അതൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് വെക്കാം. നമുക്ക് നെതർ കയറിയിട്ട് അപ്പോൾ ഗൈസ്, അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ? അപ്പോൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ഉള്ളത് എല്ലാ വീഡിയോക്ക്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണാം. ബൈ ബൈ. ഓക്കെ ഗൈസ്.